അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ താരീഖിൻ്റെ 1ാമത്തെ പാഠം. അദ്ദർസുൽ അവ്വൽ, പാഠം 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ. ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മദീന നിവാസികൾ അതിർത്തിയിൽ സന്തോഷത്തോടെ ഒരു വിശിഷ്ട അതിഥിയെ കാത്തിരിക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കയിൽ നിന്ന് ഹിജ്റ വരുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതീക്ഷിച്ചുകൊണ്ട് ദിവസവും പകൽ മുഴുവൻ അവരവിടെ നിൽക്കുമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം അവർ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വരുന്നു. ആളുകൾ ആനന്ദത്തോടെ ഓടിയെത്തി. കുട്ടികളും സ്ത്രീകളുമെല്ലാം ബൈത്ത് ചൊല്ലി ദഫ്ഫുമുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഅ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഅ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംരിൽ മുതാഅ. ഈ ബൈത്ത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. മദീനയിലെ ഖുബായിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രവേശിച്ചത്. അവിടെ ഏതാനും ദിവസം താമസിച്ച് മദീനയിലെ ആദ്യ പള്ളിയായ മസ്ജിദുൽ ഖുബാ നിർമ്മിച്ചു. ശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു. പോരുന്ന വഴിയിൽ ബത്നുൽ വാദിയിൽ വെച്ച് ജുമുഅ നിസ്കരിച്ചു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പ്രഥമ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസ്വ ഒട്ടകം മദീനയിലൂടെ മെല്ലെ നടന്നു നീങ്ങി. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളോടൊപ്പം താമസിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകത്തെ വിട്ടയക്കൂ. അത് നിർദ്ദേശം നൽകപ്പെട്ടതാണ്. ആദ്യം ഒട്ടകം ഇപ്പോൾ പള്ളി നിൽക്കുന്ന സ്ഥലത്തും പിന്നീട് അബൂ അയ്യൂബുൽ അൻസ്വാരിയുടെ വീടിനു മുന്നിലും മുട്ടുകുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് അള്ളാഹു ഉദ്ദേശിച്ച വീട്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വളരെ സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ മദീനയിലെ പല പ്രമുഖരും വന്നു. ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബ്നു സലാം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ ഞാനും കാണാൻ വന്നു. അവിടുത്തെ മുഖം കണ്ടപ്പോൾ അതൊരു കളവ് പറയുന്നയാളുടെ മുഖമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതായിരുന്നു കേട്ടത്, യാ അയ്യുഹന്നാസ് അഫ്ശുസ്സലാം വ അത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഓ ജനങ്ങളെ, സലാം വ്യാപിപ്പിക്കുക, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. രാത്രിയിൽ ജനങ്ങൾ ഉറക്കത്തിലായിരിക്കെ നിങ്ങൾ നിസ്കരിക്കുക. എങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കും. യസിരിബ് എന്നായിരുന്നു മദീനയുടെ ആദ്യ പേര്. ഹിജ്റയ്ക്ക് ശേഷമാണ് മദീന എന്ന് പേര് വിളിക്കപ്പെട്ടത്. ശത്രുക്കളുടെ അക്രമങ്ങൾ നിറഞ്ഞ മക്കയിൽ നിന്ന് മദീനയിലേക്കെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനീ പ്രബോധനം കൂടുതൽ സൗകര്യപ്രദമായി. മദീനയിലെ പുരോഗതികൾ, അതാണ് ഇനി പറയാൻ പോകുന്നത്. മദീനയിലെ പുരോഗതികൾ: മതപരം സുരക്ഷിതമായ ഇബാദത്തിനായി പള്ളി നിർമ്മിച്ചു.
സാമൂഹികം, മുഹാജിറുകൾക്കും അൻസ്വാറുകൾക്കും ഇടയിൽ സാഹോദര്യം ഉണ്ടാക്കി. സാംസ്കാരികം, ദീനി പഠന സംവിധാനങ്ങൾ ഉണ്ടാക്കി. അൽ മുഹാജിറൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികൾ, ഇവർക്കാണ് അൽ മുഹാജിറൂൻ എന്ന് പറയുന്നത്. അൽ അൻസ്വാർ, ആരാണ് അൻസ്വാരികൾ? മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികൾ, അവർക്കാണ് അൽ അൻസ്വാർ എന്ന് പറയുന്നത്. ഇതിന് താഴെ കൊടുത്തിട്ടുള്ളത് ഒരു റൂട്ട് മാപ്പാണ്, അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂട്ട് മാപ്പാണ്. അഥവാ ഇതാണ് മക്ക എന്നുള്ളത്. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ പോയ വഴികളെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതാണ് മദീനത്തുൽ മുനവ്വറയിലേക്ക് എത്തിയ രൂപം. ഇനി നമുക്ക് തദ്രീബാത്തിലുള്ള ഭാഗം നോക്കാം. പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. നമുക്കതിൻ്റെ ഉത്തരത്തോടു കൂടിയുള്ള ഭാഗം നോക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലാണ് താമസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലാണ് താമസിച്ചത് റളിയല്ലാഹു അൻഹു. 2. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ജൂത പണ്ഡിതനായിരുന്നു. അബ്ദുല്ലാഹിബ്നു സലാം ജൂത പണ്ഡിതനായിരുന്നു. 3. അഫ്ഷുസ്സലാമ വ അത്ഇമുത്ത്വഅമ വസിലുൽ അർഹാമ വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. അഫ്ഷുസ്സലാമ വ അത്ഇമുത്ത്വഅമ വസിലുൽ അർഹാമ വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസുവ എന്ന ഒട്ടകത്തിൻ്റെ പുറത്തേറിയാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസുവ എന്ന ഒട്ടകത്തിൻ്റെ പുറത്തേറിയാണ് വന്നത്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം നമുക്ക്. മക്ക ജീവിതവും മദീന ജീവിതവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന ടാബിൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മക്കയും മദീനയും, മക്കയിൽ എങ്ങനെയായിരുന്നു മദീനയിൽ എങ്ങനെയായിരുന്നു എന്നുള്ള രൂപം നമുക്ക് നോക്കാം. മക്കയിൽ രഹസ്യ പ്രബോധനമായിരുന്നു, മദീനയിൽ പരസ്യ പ്രബോധനമാണ്. മക്കയിൽ കൂടെ കുറഞ്ഞവരായിരുന്നു, മദീനയിൽ കൂടുതൽ ആളുകൾ ആയി. മക്കയിൽ ബുദ്ധിമുട്ടുകൾ കൂടുതലായിരുന്നു, മദീനയിൽ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു. മക്കയിൽ ആരാധന രഹസ്യമായിരുന്നു, മദീനയിൽ പള്ളി പണിതു, അഥവാ ആരാധന പരസ്യമായി. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ശരിയും തെറ്റും രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് കാണാം അതിൽ തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് നോക്കാം. 1. ഹിജ്റക്ക് മുമ്പ് തന്നെ മദീനക്ക് ആ പേര് ലഭിച്ചിരുന്നു. അത് തെറ്റാണ്. മുമ്പ് മദീനയുടെ പേര് യഥ്രിബ് എന്നായിരുന്നു. ഹിജ്റയോടൊപ്പം ഹിജ്റ അവിടെ നടന്നതിന് ശേഷമാണ് യഥ്രിബ് എന്നുള്ള പേര് മാറി മദീന എന്ന പേരായത്. ചോദ്യം 2. ഹിജ്റക്ക് ശേഷം മദീന മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. അതെ, ശരിയാണ്. ഹിജ്റക്ക് ശേഷം മദീന മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. ചോദ്യം 3. ഹിജ്റക്ക് മുമ്പ് മദീനയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് തെറ്റാണ്. ഹിജ്റക്ക് മുമ്പ് മദീനയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നമുക്ക് നോക്കാം. ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ചോദ്യം 1. ഒട്ടകത്തെ വിട്ടയക്കൂ, അത് നിർദ്ദേശം നൽകപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന്
എന്താണ് മനസ്സിലായത്? അതിൻ്റെ ഉത്തരം നമുക്കിങ്ങനെ നോക്കാം. താമസവും പള്ളിയും ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അഥവാ താമസിക്കേണ്ട സ്ഥലം എവിടെയാണ്, അതേപോലെ തന്നെ പള്ളി എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒട്ടകത്തെ വിട്ടയച്ചത്. അത് മുട്ടുകുത്തിയ സ്ഥലത്താണ് പള്ളിയും അതേപോലെ തന്നെ നബിയുടെ താമസവും അത് തീരുമാനമായത്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളുടെ പ്രത്യേകത എന്ത്? ഉത്തരം: ജനങ്ങൾ പരസ്പരം സഹകരണവും സഹായവും വേണം, എന്നാൽ സ്വർഗം ലഭിക്കും എന്നുള്ളതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക, കുടുംബബന്ധം ചേർക്കുക, രാത്രിയിൽ എണീറ്റ് നിസ്കരിക്കുക. ഇങ്ങനെ ചെയ്താൽ സ്വർഗപ്രവേശനം ലഭിക്കുമെന്നായിരുന്നു നബി പറഞ്ഞത്. ഇതിലൂടെ ജനങ്ങൾ പരസ്പരം സഹകരണം വേണം, സഹായം വേണം എന്ന രൂപത്തിലാണ് നബി ഇവിടെ ഉപദേശിച്ചത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സ്വർഗം ലഭ്യമാകുന്നത്. നമുക്ക് നല്ലതുപോലെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരീക്ഷയിൽ ഉന്നത വിജയം നേടി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗത്ത് കാണാം, യോജിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് രണ്ടും യോജിപ്പിച്ച് നമുക്ക് വായിച്ച് നോക്കാം. അഫ്ഷുസ്സലാമ, സലാം വ്യാപിപ്പിക്കൽ. അഫ്ഷുസ്സലാം, സലാം വ്യാപിപ്പിക്കൽ. അത്വഇമുത്താം, ഭക്ഷണം സ്വതക്ക ചെയ്യൽ. അത്വഇമുത്താം, ഭക്ഷണം സ്വതക്ക ചെയ്യൽ. സിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കൽ. സിലുൽ അർഹാം, കുടുംബ സന്ദർശനം അഥവാ കുടുംബബന്ധം ചേർക്കൽ. അൽ മുഹാജിറൂൻ, മക്കയിൽ നിന്ന് വന്നവർ. അൽ മുഹാജിറൂൻ, മക്കയിൽ നിന്ന് വന്നവർ. അൽ അൻസ്വാർ, മദീനയിൽ സ്വീകരിച്ചവർ. മദീനയിൽ സ്വീകരിച്ചവർ. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.